ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീടിനടുത്തിലെ എല്ലാവരും കൂടി കുറേ നാളായി എടുത്തേക്കെങ്കിലും ഒരു ചെറിയ യാത്ര പോവാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടി കൗവായി ബീച്ച് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ബസ്സിലാണ് കേട്ടോ നമ്മൾ വന്നത്. പയ്യന്നൂർ ബസ് ഇറങ്ങി അവിടുന്ന് ഓട്ടോക്കാണ് നമ്മൾ ഈ ബീച്ചിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മളെ കൂടെ ഉള്ള രണ്ട് ആൾക്കാരും കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ കായലിൻ്റെയും എല്ലാ കാഴ്ചകളും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് രണ്ട് ഓപ്ഷനായില്ല കേട്ടോ. ഒന്ന് നമുക്ക് തുരുത്ത് കാണാൻ വേണ്ടി പോവാം. തുരുത്ത് കാണാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ കാണുന്ന സ്പീഡ് ബോട്ടിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കടൽ കാണാൻ വേണ്ടി പോവാം. കടൽ കാണാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ ബോട്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പം 20 രൂപയാണ് ബോട്ടിന് ചാർജ് വരുന്നത്. ഈ ഒരു ബോട്ടിൻ്റെ വരുത്തം കണ്ടുവരെ നമ്മൾ തീരുമാനിച്ചു നമുക്ക് എന്തായാലും തുരുത്ത് കാണാൻ വേണ്ടി പോകണ്ട, നമുക്ക് ഈ സദാ ബോട്ട് കയറിയിട്ട് 20 റുപ്യയും കൊടുത്ത് നമുക്ക് കടൽ കാണാൻ വേണ്ടി പോകാം. അപ്പം നമ്മളെല്ലാവരും നമ്മൾ ബോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അക്കരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവരെല്ലാം ആദ്യം ചെയ്യുന്നത് തുരുത്തിൽ പോവും. അതിനുശേഷം സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടലിലേക്ക് വരിക. പക്ഷേ നമുക്ക് ആ ഒരു ബോട്ടിൽ കയറാനുള്ള പേടി കൊണ്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഇവിടേക്കാണ്. പക്ഷേ ഇവിടെ വന്നാലും മക്കൾ ഹാപ്പിയാണ്. എല്ലാവരും മണ്ണെല്ലാം വാരി കളിച്ച് അവരവരെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളും ഒട്ടും മോശമല്ല. നമ്മൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു, റീലും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെയെന്ന് വെച്ചാൽ അരമണിക്കൂർ കഴിയുമ്പം നമുക്ക് ബോട്ട് ഉണ്ട്. അതുകൊണ്ട് അക്കരയ്ക്ക് പോകുന്ന കാര്യത്തിൽ വിഷമമില്ല കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം കടലിലെല്ലാം കളിച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു ചെറിയ തട്ടുകടിയുണ്ട്. അവിടെ നിന്ന് ചായ കഴിച്ചു. അവിടെ പഴംപൊരിയും റൊട്ടിപ്പൊരിയും അങ്ങനെയെല്ലാം ഉള്ളത്. അപ്പോൾ എല്ലാവരും അതൊക്കെ വാങ്ങി കഴിച്ചു. നമ്മൾ നേരെ ബോട്ടിൽ കയറി. അപ്പോൾ ബോട്ടിൽ കയറിയപ്പോൾ ഇതാ നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു സുന്ദരം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇയാളെ പേര് ചബി. ഇത് നമ്മളെ നാട്ടിലൊന്നല്ല കേട്ടോ, ഇവർ ഡൽഹിയിലാണ്. അപ്പോൾ ഇവർ നമ്മളെ നാട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവരിങ്ങനെ ഇടുന്ന നമ്മൾ പരിചയപ്പെട്ടു, കുറച്ച് സംസാരിക്കുകയെല്ലാം ചെയ്തു കേട്ടോ. അപ്പം ഈ ഒരു നായനെ കണ്ടപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷ തോന്നി. അപ്പം എല്ലാവരും അതിനെ കുറേ നേരം കളിപ്പിച്ചു. അതാണെങ്കിൽ ഏടെ അടങ്ങിയിരിക്കുന്നില്ല. നമ്മൾ ബോട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ ഇറങ്ങി നടക്കുക തന്നെ ചെയ്യുന്നത്. എല്ലാവരും മടിയിലും എല്ലാം പോയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അക്കരെ എത്തി. പിന്നെ ഇവിടെ കുറേ നേരം വണ്ടിക്ക് വെയിറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പയ്യന്നൂരിൽ നിന്ന് ഇവിടത്തേക്ക് വരാൻ ഭയങ്കര എളുപ്പമാണ്, വേഗം ഓട്ടോ പിടിച്ച് വരാം. പക്ഷേ തിരിച്ചു പോലെ കുറച്ച് പ്രയാസമാണ്. ഇവിടെ വന്നു പോകുന്ന വണ്ടിയിൽ വേണം നമ്മൾ തിരിച്ചു പോകാം. അപ്പോൾ ഓട്ടോ ഒന്നുമില്ല. കുറച്ച് നേരം വണ്ടിക്ക് കാത്തിക്കേണ്ടി വന്നു. വിനുവായിട്ട് നമുക്ക് വണ്ടിയെല്ലാം ഏർപ്പാടാക്കി തന്നു. നമ്മൾ നേരെ പയ്യന്നൂർ ഒരു ഹോട്ടലിലേക്ക് വിട്ടു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയെന്ന് കിട്ടാം. അപ്പം നമ്മളിതൊരു ചെറിയ യാത്രയാണെങ്കിലും ഇത്തരത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം ഓർത്തു വെക്കുന്നതും ഭയങ്കര സന്തോഷം നിറഞ്ഞതുമാണ്. നമ്മളീ കൊച്ചു യാത്ര ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.